DDVLOGSന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ കുഞ്ഞൊരു സ്നാക്സ് വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മുട്ട വേണം. അപ്പോൾ ഒരു 4 മുട്ട ഞാനൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. നമുക്കിതൊന്ന് വെന്ത് വരട്ടെ. മുട്ട വേവണ സമയം കൊണ്ട് ഇത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഈ സൈഡ് വേണ്ട, അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഈ കട്ട് ചെയ്ത് മാറ്റിയ ഈ പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് പിന്നീട് ആവശ്യമുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ബ്രെഡെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബ്രെഡിൻ്റെ ബാലൻസ് വന്ന പീസ് ഇതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ച് വേണം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ചൊന്ന് പൊടിച്ചെടുക്കാം. ഈ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതിങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ മുക്കിയാണ് നമുക്ക് ഈ മുട്ട ഇത് സ്നാക്സ് ഉണ്ടാക്കാൻ. മുട്ടയെല്ലാം പൊളിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ മുട്ടയെല്ലാം പൊളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഓരോ മുട്ടയും 2 പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇതിപ്പോൾ 4 മുട്ട 8 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ശുദ്ധമായ പശുവും പാൽ എടുത്തിട്ടുണ്ട്. ഈ പശുവും പാലിൽ കുറച്ച് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. നമുക്കിതെല്ലാം റെഡിയാക്കി വെച്ചാലേ പെട്ടെന്ന് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ പാനിൽ അടുപ്പത്ത് വെച്ച എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ട രീതി നോക്കാം. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡാണ്. ഇത് നമുക്ക് പാലിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. വെറുതെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കയ്യിലോട്ട് ഇങ്ങനെ വെക്കുക. ഒരു പീസ് മുട്ട എടുക്കുക, അത് ഇതിനകത്തോട്ട് വയ്ക്കുക. എന്നിട്ട് ശകലൊന്ന് എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും ആവശ്യമാണെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഇത് വെച്ചതിന് ശേഷം വീണ്ടും ഒരു ബ്രെഡ് എടുക്കുക, ജസ്റ്റ് ഈ പാലിലൊന്ന് മുക്കുക, ഇതിൻ്റെ പുറത്തോട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതിനൊന്ന് ഉരുട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഈ ബ്രെഡിൻ്റെ പൊടിയിലോട്ട് കാണിക്കാം. പൊടിയിൽ കാണിച്ച് മൊത്തത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. പൊടിഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് കൂടുതൽ പൊടിയിൽ മുക്കിയാലും മതി. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞു വയ്ക്കാം. എന്നിട്ട് ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സെയിം ഇതുപോലെ തന്നെ അടുത്ത ബ്രെഡ് എടുക്കുക, ജസ്റ്റ് പാലിലൊന്ന് മുക്കുക, ഒരു മുട്ട ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക, അടുത്ത ബ്രെഡ് എടുത്ത് പാലിൽ മുക്കി വയ്ക്കുക. സോറി ഗൈസ്, ഞാനിതിൽ പൊടി ഇടാൻ മറന്നുപോയി. അപ്പം നമുക്ക് കുറച്ച് പൊടി, കുരുമുളക് പൊടി വെച്ചിട്ട് ഈ ബ്രെഡിൻ്റെ മീതെ വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. ഇച്ചിരി പണിയുണ്ട് ഇത്.
എന്നിട്ട് ഈ ബ്രെഡിൻ്റെ പൊടിയിലോട്ട് വയ്ക്കുക. കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ആൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ്. നല്ല ബ്രൗൺ നിറമായിട്ട് ഒന്ന് ബ്രൗൺ നിറമാകുന്നേരം ഇട്ടിരുന്നാൽ മതി. ഇത് ലാസ്റ്റ് 2 പീസാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ 4 മണി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. മുട്ടയിലും ബ്രെഡിലും നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഇവിടെ നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ഈ ബ്രെഡിൻ്റെ ഈ പൊടിച്ചെടുത്ത പൊടി കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട്, ഇത് കുറച്ച് നട്ട്സാണ്, അണ്ടിപ്പരിപ്പ്, അതിട്ട് കുറച്ച് കപ്പലണ്ടി എല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, ഈ ബാക്കി വെച്ചിരിക്കുന്ന പാലുണ്ടേ, അപ്പോൾ ഈ പാലും കൂടി ഇതിൽ ചേർത്ത് ഒന്ന് കുഴച്ചിട്ട് അപ്പോൾ ഇത് എന്താവുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ ഈ സാധനങ്ങളെല്ലാം കൂടെ റെഡിയാക്കി ഇതൊന്നും ആ ബ്രെഡ് നമ്മൾ മുട്ട വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സത്യമായിട്ടും ഇതെന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ബ്രെഡ് ഹൽവ, കാഷ്യൂനട്ട് ഹൽവ എന്തെങ്കിലും ആയിട്ടെ, എന്തായാലും കോരിയെടുക്കാം. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു ഹൽവ മോഡലായിട്ടുണ്ട്. നമുക്ക് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വൗ, അടിപൊളി. പുറത്ത് നല്ല മധുരം, അകത്ത് ഇച്ചിരി എരിവും. സൂപ്പർ. നമ്മൾ അവസാനം തട്ടിക്കൂട്ടിയ പരിപാടിയാണ്. ഹൽവ പോലെ ഇരിക്കുന്നു. ഒന്ന് നോക്കട്ടെ. കൊള്ളാം, ഇത് സൂപ്പറായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും ഈ സ്നാക്സ് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.